എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വാക്യങ്ങൾ 1 മുതൽ 6 വരെ. വെളിപ്പാട് 20-ന്റെ 1 മുതൽ 6 വരെ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ച് പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ച് വിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഞാൻ വായിച്ചത്. വളരെയധികം ആഴമായി ചിന്തിക്കേണ്ടുന്നതും സൂക്ഷിച്ച് വ്യാഖ്യാനിക്കേണ്ടതുമായ വിഷയങ്ങളാണ് ഈ വേദഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. മൃഗവും അതിൻ്റെ കള്ളപ്രവാചകനും അവരെ അനുഗമിച്ച രാജാക്കന്മാരും ജനങ്ങളും തോൽപ്പിക്കപ്പെട്ടു. എന്നാൽ അവരുടെ പ്രചോദനത്തിൻ്റെ ഉറവിടമായ മഹാസർപ്പം സ്വതന്ത്രമായിരിക്കുമ്പോൾ ഈ തോൽവി അത്ര ശാശ്വതമല്ല എന്നതാണ് ഓർക്കേണ്ടത്. സാത്താൻ തോൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുഷ്ടശക്തിയുടെ പുത്തൻ അവതാരങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. സാത്താൻ്റെ താൽക്കാലികമായ ഒരു ബന്ധനവും ആത്യന്തികമായ ശിക്ഷാവിധിയും തമ്മിൽ യോഹന്നാൻ വിവേചിച്ച് എടുത്ത് സൂചനകൾ നൽകുന്നു. വീണ ഒരു ദൂതന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചതായും അത് നാശകൂപം തുറന്ന് ആളുകൾ വൃഥാ മരണം കൊതിക്കുമാറ് ആത്മീയ ഉപദ്രവം നൽകുന്ന ശക്തികളെ അഴിച്ചുവിട്ടതായും 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇപ്പോൾ പഴയ പാമ്പും പിശാചും സാത്താനുമായ മഹാസർപ്പത്തെ ബന്ധിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ നാശകൂപത്തിൻ്റെ താക്കോലും ഒരു ചങ്ങലയും ഉപയോഗിക്കുന്നു. ആകാശത്തിലെ സൈന്യങ്ങളും ഭൂമിയിലെ രാജാക്കന്മാരും ഒരു തടവിൽ അടയ്ക്കപ്പെടും എന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 21-22 പ്രവാചക പ്രതീക്ഷയെ യോഹന്നാൻ കൂടുതൽ ഇവിടെ ജ്വലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ എതിരാളിയും ശത്രുവുമായ വലിയ പ്രതിയോഗിയെ 1000 വർഷത്തേക്ക് അവൻ്റെ സ്ഥാനമായ അഗാധകൂപത്തിൽ അടച്ചിടുന്നു. വെളിപ്പാടിലെ എല്ലാ സംഖ്യകൾക്കും എന്ന പോലെ 1000-നും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. വളരെ നീണ്ട ഒരു കാലയളവ് എന്നതാണ് ഇതിൻ്റെ സൂചന. അത് വളരെ തലമുറകൾ നീണ്ടു നിൽക്കുമെങ്കിലും ദൈവത്തെയും അവൻ്റെ ഉദ്ദേശത്തെയും വെച്ച് നോക്കുമ്പോൾ അത് പരിമിതമായ സമയമാണ്. 90-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ സഹസ്രാബ്ദ വാഴ്ചയുടെ എങ്കിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന മശിക സാമ്രാജ്യത്തിൻ്റെ ആശയം സൃഷ്ടിയുടെ 6 ദിവസങ്ങൾ ചരിത്രത്തിലെ 6000 വർഷങ്ങളാവുമെന്നും അതിനുശേഷം 1000 വർഷം നീണ്ടു നിൽക്കുന്ന
ഏഴാം ദിവസം ഒരു മശിഹാ ശബത്തായി തുടരുമെന്നും അതിനുശേഷം മാത്രമേ ദൈവരാജ്യം വരികയുള്ളൂവെന്നുമുള്ള ഒരാശയത്തിൽ നിന്നാണ് യോഹന്നാൻ ഇങ്ങനെ ഒരു സൂചന നമുക്ക് നൽകുന്നത്. സങ്കീർത്തനം 90:4 നിന്നാണ് ഒരു ദിവസവും 1000 വർഷവും തുല്യം എന്ന ചിന്ത ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉത്ഭവത്തിനേക്കാൾ പ്രധാനം സഹസ്രാബ്ദ വാഴ്ചയുടെ അർത്ഥമാണ്. ചരിത്രത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് യോഹന്നാൻ ഇവിടെ തുറന്ന് നൽകാൻ ശ്രമിക്കുന്നു. മഹാസർപ്പം എന്തുകൊണ്ടാണ് എന്നേക്കുമായി തോൽപ്പിക്കപ്പെടാത്തത്? അന്തിമ ന്യായവിധിക്ക് മുൻപ് ഈ ഇടവേളയും അത് കഴിഞ്ഞ് മറ്റൊരു ഏറ്റുമുട്ടലുമൊക്കെ എന്തിനു വേണ്ടിയാണ്? ആദ്യമേ സാത്താനെ ഇല്ലാതാക്കിക്കൂടെ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വായനക്കാർക്കുണ്ടാവാം. അതിൻ്റെ ഒരു പ്രധാന സൂചന 3-ാം വാക്യത്തിലുണ്ട്. 1000 വർഷം അവസാനിക്കും വരെ ഇനി ജനതകളെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് സാത്താനു മീതെ നാശകൂപത്തിന് മുദ്രയിട്ടിരിക്കുന്നു. അതിനുശേഷം ജനതകളെ വഞ്ചിക്കാൻ അവൻ ഒരിക്കൽ കൂടെ പുറത്തു വരുന്നു. ആ വഞ്ചിക്കലിന് അവൻ അന്തിമമായി ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ സാത്താനാലും മൃഗത്തനാലും വഞ്ചിക്കപ്പെട്ട ജനതകൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ എതിർത്തു. രാജ്യങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ അവകാശമായിരിക്കണം. അവൻ അവരെ സ്വന്തം വചനമായി ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കും. എല്ലാ ദേശങ്ങളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നുമുള്ള വലിയ പുരുഷാരം മശിഹയുടെ ഈ ഭരണത്തെ മുൻകാണുകയും പ്രതിബിംബിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. ദേശങ്ങളുടെ രാജാവിൻ്റെ സേവനത്തിൽ ദേശങ്ങളുടെ മധ്യേയുള്ള അവരുടെ സാക്ഷ്യം ദേശങ്ങളിൽ നിന്നും വ്യക്തികളുടെ രക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, പിന്നെ ദേശങ്ങളുടെയും മനുഷ്യ സമൂഹങ്ങളുടെയും കൂട്ടങ്ങളുടെയും രക്ഷ ഉന്നം വെച്ചിട്ടുള്ളതാണ്. ദേശങ്ങളുടെ മേലുള്ള ന്യായവിധിയുടെ ഉദ്ദേശം അവയുടെ നാശമല്ല, രക്ഷയാണ്. സാത്താൻ്റെ സ്വാധീനത്തിൽ അല്ലാതിരിക്കുമ്പോൾ മനുഷ്യർക്കും സമൂഹങ്ങൾക്കും സംസ്കാരങ്ങൾക്കും തങ്ങൾക്ക് എന്തായിരിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നതിനുള്ള കാലമോ ചരിത്രമാനമോ ആയിരിക്കാം സഹസ്രാബ്ദ വാഴ്ച. യാതനകളിലും അടിച്ചമർത്തലിനെതിരെയുള്ള സമരങ്ങളിലും സ്നേഹത്തിൻ്റെയും മനുഷ്യ ഐക്യത്തിൻ്റെയും ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കലാകാരന്മാരുടെയും കൈത്തൊഴിൽക്കാരുടെയും കലകളിലും ഉൽപ്പന്നങ്ങളിലും ജീവൻ്റെയും മനുഷ്യൻ്റെ നിർമ്മാണ ശക്തിയുടെയും പരിശ്രമശീലവും നമുക്ക് കണ്ടെത്താം. ജീവനെയും സ്നേഹത്തെയും സ്ഥിരീകരിക്കുന്ന ദൈവ താൽപ്പര്യത്തെ നശിപ്പിക്കുന്ന സാത്താന്യ എതിർപ്പിൽ നിന്ന് വിമുക്തമായി മനുഷ്യചരിത്രത്തിൽ നാം കാണുന്ന എന്തിനേയും ദേശങ്ങളുടെ മഹത്വവും ബഹുമാനവുമായി നമുക്ക് കണക്കാക്കാം. സാത്താനെ ബന്ധിച്ചു കഴിയുമ്പോൾ യോഹന്നാൻ കാണുന്നത് സിംഹാസനങ്ങളാണ്. ന്യായവിധി ഫലമേൽപ്പിക്കപ്പെട്ട ആളുകൾ അതിന്മേൽ ഉപവിഷ്ടരായി ഇരിക്കുന്നു. മൃഗത്തെ ആരാധിക്കാതെയും അതിൻ്റെ മുദ്ര ഏൽക്കാതെയും ഇരുന്നതിനാൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളാണ് അവർ. നീ ന്യായം വിധിക്കുവാൻ ഇനി എത്രത്തോളം? 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇത് യാഗപീഠത്തിന് കീഴിൽ നിന്ന് ഈ ആത്മാക്കൾ നിലവിളിച്ചതാണ്. പീഡനം അനുഭവിച്ചവരുടെ ആത്മാക്കളുടെ മറുചോദ്യമായിരുന്നു, കർത്താവേ, നീ ന്യായം വിധിക്കുവാൻ ഇനി എത്രത്തോളം? ഇപ്പോൾ ദേശത്തെ ന്യായം വിധിക്കുന്നതിൽ പങ്കുചേരാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. 20-ാം അധ്യായത്തിലെ അന്തിമ ന്യായവിധിയിൽ അവർക്ക് പങ്കില്ല. നശീകരണ ശക്തികളുടെ ഇരകളായിരുന്ന അവർ ദേശങ്ങളുടെ ചരിത്രത്തിൽ ലജ്ജാകരമായതും പാപകരമായതും മഹത്വമുള്ളതും ബഹുമാന്യമായതും എന്ത് എന്നറിയാൻ അർഹത നേടിയവരാണ്.
ആധികാരികമായുള്ളതും ജീവന് സഹായകരമായുള്ളതും എന്ത് എന്ന് വസ്തുതകളിൽ കൂടി കാണാൻ പീഡാവിധേയരായിരിക്കുന്നവർ കഴിയും. അവർ ജീവിച്ചെഴുന്നേൽക്കുകയും ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുപറ്റിയ രക്തസാക്ഷികൾ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ പങ്കുചേരുകയും തങ്ങളുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായി ഭരണം നടത്തുന്നു. അംഗങ്ങളായിരുന്ന ദേശങ്ങളെ അവർ പ്രതിനിധാനം ചെയ്യുകയും അവയ്ക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. എല്ലാവരും വിശുദ്ധ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്തേണ്ടതിന് അവരെല്ലാ ദേശങ്ങളിൽ നിന്നും വരുന്നവരാണ്. ഇതാണ് ആദ്യത്തെ പുനരുത്ഥാനം, അതായത് രക്തസാക്ഷികളുടേത് മാത്രം. ആദ്യത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ അനുഗ്രഹീതരും വിശുദ്ധരുമാണ്. മുഴുവൻ മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേർതിരിക്കപ്പെട്ടവരാണ് ഈ ആദ്യത്തെ രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ശാരീരികമായ ഒരു നിലനിൽപ്പിന് അവർ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നില്ല. എന്നാൽ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം മരണത്തിനു ശേഷവും അവർ മനുഷ്യ ചരിത്രത്തെ സ്വാധീനിക്കുന്നവരാണ്. അവർ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ മാത്രമല്ല ജീവനോടിരിക്കുന്നത്, അവർ ഭൂമിയിൽ മനുഷ്യ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ വായിച്ച വേദഭാഗം നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കേണ്ടതാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടുത്തലുകളും നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയാണ് ഇത് സഹിക്കുന്നതെങ്കിൽ, ദൈവവചന അടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടി നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു വലിയ പുനരുത്ഥാനമുണ്ട്. ഒരു സഹസ്രാബ്ദ വാഴ്ച എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഒരു വാഴ്ച, അത് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയെയും ചലിപ്പിക്കാൻ സ്വാധീനിക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ഓഹരിക്കാരായിത്തീരാൻ ദൈവം അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം അടിയങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിലും കർത്താവെ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആലോചനക്കാരനായി കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.